എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാം. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഇവർ കോട്ടയത്തു നിന്ന് വന്നവരാണ്. ഇത് നമ്മുടെ നിജോ ചേട്ടൻ, നിജോ പുതുപ്പള്ളി എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയത്തുള്ളൂ. ഇത് നമ്മുടെ പ്രതീക്ഷ ചേട്ടനും നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ മനോജേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ചേട്ടൻ തന്നെ പറയും ഈ സ്ഥലത്തെ പറ്റി. ഈ സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയാണ്. ഒരു വെള്ളച്ചാട്ടം, ഇവിടെ വെള്ളച്ചാട്ടം അല്ലേ? വെള്ളച്ചാട്ടം, മീൻപുട്ട് പറ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട്. അതുകൂടാതെ പുലികളുണ്ട്. അതിൻ്റെ മേലിൽ കൂടെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. പിന്നെ കുറേ പാറകളെ, കുറേ നല്ല ഭൂപ്രദേശമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വന്നാൽ റാന്നിയിൽ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ? റാന്നിയിൽ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. കക്കുടുമണ്ണ് ജംഗ്ഷനിൽ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തെ പറ്റി ചോദിച്ചാൽ മതി. വിളയാട്ടുപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കിടിലൻ വെള്ളച്ചാട്ടമാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതുപോലെ നമ്മൾ ഗായകൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പൊളിക്കും കേട്ടോ. ഒരു സൂര്യകാന്തി ചെടി ആ ഒരു രീതിയിലൊക്കെ ഇത് വരുന്നുണ്ട്. നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഏക്കർ കണക്കിന് ഇങ്ങനെ നിൽക്കും. അപ്പം ഇതിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കരമാണ്, പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഈ മൂന്നാറിലൊക്കെ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന പോലൊരു സംഭവമായിട്ട് ആണ് ഇത് ഇവിടെ പൂത്ത് നിൽക്കുന്നത്. വളരെ നല്ല രസമുണ്ടല്ലേ, വളരെ മനോഹരമായിട്ടിരിക്കണം. യാതൊരുവിധ അപകടങ്ങളും ഇവിടെ ഇല്ല. നല്ല മനോഹരമായ പ്രകൃതിയോട് എപ്പോഴും ഇണങ്ങിച്ചേരുന്നൊരു സ്ഥലമാണ് ഈ വിളയാട്ടുപാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വളരെ 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 അടിപൊളി സ്ഥലം. നിങ്ങൾക്കത് അതിൻ്റെ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം എങ്ങനെയുണ്ട്. ഇത് ആരും അറിയപ്പെടാതെ പോയൊരു സ്ഥലമാണ്. DSNR ലൈവിൽ കൂടെ ഈ സ്ഥലം കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളെ. മാക്സിമം നിങ്ങളിത് വന്ന് കാണണം. ഈ ഒരു നല്ല സ്ഥലം, ഇത് പ്രകൃതി കനിഞ്ഞ് ഇറങ്ങിയ ഈ ഒരു സ്ഥലം കാണാതെ പോകരുത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. വളരെ അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. തന്നെ യാത്ര ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ഈ വെള്ളച്ചാട്ടം? അല്ല, നിങ്ങൾ പറഞ്ഞത് ഇതിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്താണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കണ്ടത് അങ്ങ് അറ്റം മുതൽ ഇപ്പോൾ ഒരു കിലോമീറ്റർ കൊണ്ട് നടന്ന് ഫുൾ വെള്ളം, നല്ല പാറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങായിരുന്നു നമ്മൾ കണ്ട ഒരു ഭയങ്കര രസമാണ്. ഒരു പുൽമേടിന് നടുക്കൂടെ വെള്ളം വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് വേറൊരു വെള്ളച്ചാട്ടം.
അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു പാറയുടെ മേളിൽ കൂടെ വന്ന് 2 വെള്ളച്ചാട്ടം ഒന്നിച്ച് ഇനി താഴോട്ട് ഇതുപോലെ തന്നെയുണ്ട്. ഭയങ്കര രസമാണ് സംഭവം. അത് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം. വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടുള്ളത്. എങ്ങനെയാട്ടോ എന്തുവാണ് പറയാനുള്ളത്? സൂപ്പർ വെള്ളച്ചാട്ടമാണ്. രണ്ട് സാധനം തേക്ക കാടിൻ്റെ ഇറക്കമുള്ള ഒരു ഇത് വരുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ വന്നാൽ നല്ല കുളിക്കാനും ഒക്കെ. ഈ വീഡിയോയുടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം? ഇദ്ദേഹം ക്യാമറാമാനും അദ്ദേഹം എഡിറ്ററുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് സൂപ്പർ ക്യാമറാമാൻ എന്ന രീതിയിൽ നല്ല സൂപ്പർ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? ഞങ്ങൾ വെഡ്ഡിങ്ങിൻ്റെ വർക്ക് എടുക്കാനൊക്കെ, പിന്നെ ഇപ്പോൾ ഞങ്ങൾ അടുത്ത വർക്കുകളെല്ലാം ഇവിടെയാണ്. ഇനിയിപ്പോൾ 2-3 എടുക്കുന്നുണ്ട്. കോട്ടയംകാർ ഇങ്ങനെ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? ഇങ്ങനെ ഒരു സ്ഥലം കേട്ടില്ല ഉറക്കെ പറ. അവിടെയൊന്നും കുറച്ച് സ്ഥലമില്ല. കോട്ടയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇല്ല. അതാണ് ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ ഒരു കോട്ടയംകാർ ഞങ്ങളെ പിടിച്ച് ഇടിക്കരുത് അങ്ങോട്ടേലും. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ മനോജേട്ടനാണ് ഈ ഒരു സ്ഥലം നമ്മളെയും പരിചയപ്പെടുത്തിയത്, നിങ്ങളെയും കാണിച്ചത്. അപ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നേരമായിട്ട് ഇവിടെ ചിലവഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. അപ്പം മനോജേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പറയാമെന്ന് വെച്ചാൽ റാന്നിക്കാർക്ക് മനോജ് റാന്നി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇദ്ദേഹം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഒഴുക്കിലും ഇതിലുമൊക്കെ പെട്ട് നമുക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു ഗാനം പാടും. അടിപൊളി ഒരു ഗാനം ഇദ്ദേഹം പാടും. മൈക്കിന ഒരു 4 ലൈൻ എല്ലാവർക്കും വേണ്ടി നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടി. ഓക്കെ. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു.
കിടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വീടാണ്, അല്ലേ ഒരു ഗുഹയാണിത്. ഉണ്ടോ, കറക്റ്റ് ഒരു പേര് വരാൻ തന്നെ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പുലികളുടെ വാസസ്ഥലമാണ് ഈ ഒരു ഗുഹ. അപ്പം ഇവിടെ ധാരാളം പുലികൾ വസിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെയാണ് ഈ പുലിയള്ള എന്ന പേരിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ മനോഹരമായ ഈ പാറയുടെ മണ്ടയിൽ നിന്ന് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുലികൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ താമസിക്കാനും വേണ്ട സജ്ജീകരണങ്ങൾക്കെല്ലാം വിത്ത് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അതുപോലെ നമുക്ക് DSNR ലൈവ് എന്ന് പറഞ്ഞ പേജും ഉണ്ട്, ആ പേജ് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക.